ഇന്ന് കേരളത്തിൽ ഈ കാണുന്ന മുഴുവനും നവോത്ഥാനത്തിന്റെ തെളിമകളും വളർച്ചകളുമെല്ലാം വെറുതെ ഉണ്ടായതല്ല. ഇതിന്റെ പിന്നിൽ അങ്ങേയറ്റം ചീമുട്ട കൊണ്ടേറും ഊരുവലക്കുകളും മയ്യത്ത് ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ കഴിയാതെ തട്ടിക്കളിക്കുന്നതിന്റെ രാത്രങ്ങളും അങ്ങനെ ത്യാഗത്തിന്റെ കനൽപദങ്ങൾ താണ്ടിക്കൊണ്ടാണ് ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനവും അതിന്റെ ആനുകൂല്യങ്ങൾ നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിൽ നിന്ന് ഇതിന്റെ മാറിടം പിച്ച് ചീന്തി പുറത്തുപോയ എല്ലാ മുജാഹിദ് എന്ന കള്ളനാണയ പേരിടുന്നവരും അല്ലാത്ത ഇംഗ്ലീഷ് പേരിടുന്ന ഇഷ്ടമിടുന്നവരൊക്കെ ചിന്തിക്കുക. അവരൊക്കെ ഇതിന്റെ ആനുകൂല്യം പിന്നെ എന്താണ് ഇപ്പോഴും ഹറാമായ രൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ത്യാഗങ്ങളുടെ കനൽപദങ്ങളിലൂടെ തൗഹീദിന് വേണ്ടി സഞ്ചരിച്ച ഇസ്ലാഹി പ്രസ്ഥാനം ഇന്ത്യൻ ഭരണഘടനാ ആക്ട് പ്രകാരം 1924 ഇത് രൂപീകരിച്ചത് എന്ന് നമ്മൾ പറയേണ്ട സമസ്തക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയാലല്ലാതെ നമുക്കിടയിലുള്ള വിശ്വാസരംഗത്തും കർമ്മരംഗത്തും അനുഷ്ഠാനരംഗത്തും എന്ന് മാത്രമല്ല നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ എ മുതൽ സെറ്റ് വരെയുള്ള ദൈനംദിന പ്രശ്നങ്ങൾക്കും പരിഹാരം വേണമോ? അല്ലാഹുവിലേക്ക് റസൂലിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞാൽ ഖുർആൻ തഫ്സീറിൽ കാണാം, പ്രമാണങ്ങളിലേക്ക് മടങ്ങണം. ആളുകൾ കേട്ടു. ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ആ ഐക്യസംഘത്തിന്റെ കീഴിൽ ആളുകൾ വന്നു, പണ്ഡിതന്മാർ വന്നു, ഉമറാക്കൾ വന്നു. അങ്ങനെ ഇത് പടർന്ന് പന്തലിച്ചാൽ, ഇതിന്റെ തണലിൽ ഇസ്ലാമികമനുസരിച്ച് ജീവിച്ചാൽ ഈ അന്ധവിശ്വാസ അനാചാരങ്ങൾ ഈ സമൂഹത്തിൽ നമുക്ക് ഊട്ടിയുറപ്പിക്കാനും ഈ മുസ്ലിം ഉമ്മത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ട് ആണ്ടായും അടിയന്തരമായും ഉറൂസായും നേർച്ചകളായും ഖബർ തോട്ടങ്ങളായും ഖബർ കച്ചവടമായും ഖുതുബിയത്തായും മൗലീദായും ദിക്ർ ഹൽക്കകളായും റാത്തീബുകളായും ചരടും നൂലും ഏലസും മുയ്ക്കല്ലും മുറുക്കും അതുപോലെ തന്നെ ഉള്ള അടിച്ചറക്കല്ലും ചിന്നും ചികിത്സയും എല്ലാം ഇവിടെ നിന്നു പോകും എന്ന് പറഞ്ഞാൽ പൗരോഹിത്യത്തിന്റെ കാൽച്ചുവട്ടിലെ മണ്ണുകൾ താഴെ പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ 2026 എന്ന വർഷത്തിൽ ഇതിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കി. അതിന് തലക്കെട്ടിൽ സമസ്ത എന്ന് പേര് കൊടുത്ത് ഒരു വ്യാജ പണ്ഡിത സഭയാണ് കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബദലായിക്കൊണ്ട് 26 വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന ബ്രിട്ടീഷ് പാദസേവകൻ, ഞാൻ വെറുതെ പറയല്ല, ബ്രിട്ടീഷുകാരുടെ പാദസേവകനായിരുന്നു. അന്ന് സ്വാതന്ത്ര്യ കക്ഷിയായ കോൺഗ്രസ് കക്ഷിക്കെതിരെ ഫത്വ ഇറക്കിയവരും ദുആ ചെയ്തവരുമായി. ആ പണ്ഡിതന്മാർ ആ ജൂതന്റെ ക്രൈസ്തവന്റെ വ്യതിയാനങ്ങളിൽ ഷിയാക്കൾ പഠിച്ച മുഴുവനും ഖുറാഫാത്തുകളും ശിർക്കുകളും അന്ധകാരങ്ങളും കൊണ്ടുവന്നു. ബദൽ സംവിധാനമാണ്. ഇന്നത് 100 വർഷത്തിന്റെ പാരമ്പര്യം അവകാശപ്പെട്ട് നിൽക്കുന്ന നിൽപ്പാണ്. റിലേ മാതിരിയാണ് സംഗതി. ഓടി വിക്ടറി സ്റ്റാൻഡിൽ കയറിയപ്പോ കഴിഞ്ഞ 2 മാസം മുമ്പ് 100ാം വാർഷികം കേരള ജംഇയ്യത്തുൽ ഉലമ ആഘോഷിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തേ അതിനെതിരെ? അത് തെറ്റാണ്, വ്യാജമാണെന്ന് പറയാൻ ഒരു സമസ്ത പണ്ഡിതന്മാർ തയ്യാറാകാത്തത്? അവർക്കറിയാം അത് 2ാം സംഘടനയാണിത്, അതാണ് ഒന്ന്. അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ മാതൃപ്രസ്ഥാനത്തിൽ നിന്ന്, ആ മഹത്തായ ഐക്യത്തിൽ നിന്ന് വിഘടിതമായി പുറത്തുപോയത്? ആദ്യത്തെ ഭിന്നിപ്പുകാർ ആരാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഓമന പേരിട്ട, അഹ്ലുസ് സുന്ന എന്ന ഓമന പേരിട്ട സമസ്തക്കാരാണ്. ആ സമസ്ത കേരള ഇന്ന് കേരളക്കരയുടെ യാത്രയിൽ പറയുകയാണെന്ന് എന്ന് സമസ്തയിലെ AP വിഭാഗമേ, ദക്ഷിണ കേരള വിഭാഗമേ, സുന്നികളെ, അതുപോലെ തന്നെയുള്ള കുരുവട്ടൂരികളെ, അല്ലെങ്കിൽ മറ്റുള്ള ലക്ഷബന്ധിയ, ഖാദിരിയ, ചിസ്തിയ, സുഹറവർദിയ എന്നൊക്കെ പറഞ്ഞ കാക്കത്തുള്ളായ ത്വരീഖത്തുകാരെ ഇതൊക്കെ ഉന്നക്കായി പൊട്ടിയമായി ഇതിനുള്ളിൽ നിന്ന് പോയതാണ്, സമസ്തയിൽ നിന്ന് പോയതാണ്. നമ്മൾ 6 എന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെയാണെങ്കിൽ അപ്പുറത്ത് 26, 36 വേറുണ്ട്. അതെന്നെ എണ്ണാൻ തന്നാൽ എന്നെ നമുക്ക് സുബ്ഹാനല്ലാഹ് പോലെ ദിക്ർ പോലെ തീരൂല. അപ്പൊ ആ കോലത്തില് ഒരേ വിശ്വാസക്കാര്, ഒരേ ഇസ്തിഹാസ ജായിസ എന്ന് പറയുന്ന പോലെ ഒരേ ഖബർ സിയാറത്ത് എന്ന ആ മഖാമുകളിൽ പോയി യാറം മൂടി അവിടെയുള്ളവരെ വിളിച്ച് സഹായം തേടുന്നവര് എല്ലാ വിശ്വാസത്തിലും കർമ്മത്തിൽ പോലും എല്ലാ ബിദ്അത്തും ഒരേപോലെ, ഒരു മാറ്റമില്ല. ചില്ലറ അഭിപ്രായത്തിലും രാഷ്ട്രീയത്തിലും മറ്റൊക്കെ എന്താ ഐക്യപ്പെട്ടു? നമ്മളെ വിളിക്കുക. അതിന്റെ മുമ്പ് വിളിക്കേണ്ടത് ആരെയാണ്? സ്വന്തം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നേരെ വിരൽ ചൂണ്ടുമ്പോൾ അതിന്റെ 3 വിരലുകൾ സമസ്ത എന്ന വിരുമാറിലേക്കല്ലേ ഹമീദ് ഫൈസി അമ്പലക്കടവേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മൂപ്പര് അത് അവിടെയൊക്കെ പറഞ്ഞു എന്നുള്ള പോലത്തിലൊരു പ്രസംഗമുള്ളപ്പോൾ നടത്തണം, അങ്ങനെ പറഞ്ഞോ? കേട്ടോളി ഒന്ന്. യാത്രക്കിടയിൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ വിശേഷമായ ക്ഷണം ഒന്ന് കേട്ടോളൂ. ഹമീദ് ഫൈസി അമ്പലക്കടവ് ക്ഷണിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തോട്. എന്ത്? ഇത് അമ്പിയാക്കന്മാരുടെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്.
ചോദിക്കുന്നു, സുന്നത്ത് ജമാഅത്തിന് ഞങ്ങളുടെ ഈ ഉസ്താദുമാർ മുതൽ ഹബീബായ തങ്ങൾ വരെയുള്ള കൃത്യമായ, വ്യക്തമായ, ഭദ്രമായ, ശക്തമായ പരമ്പരകൾ അവതരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ മൗലവിമാരിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നൊരു പരമ്പര ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് കഴിയില്ല. ഇതാണ് വസ്തുത, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് അനിഷേധ്യമായ പരമാർത്ഥം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ശക്തിപ്പെടുത്താനും ആഖിറം മെച്ചപ്പെടുത്താനും എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർക്ക് ഈ വൈകിയ വേളയിൽ കടന്നു വരാം എന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സഹോദരങ്ങളെ, ഈ ക്ഷണം നമ്മൾക്ക് നേരെ ക്ഷണിക്കുന്ന അമീദ് വൈസി അമ്പലക്കരനോട് ചോദിക്കുകയാണ്, നിങ്ങൾ കൊണ്ടടക്കുന്ന എല്ലാ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളും കൊണ്ടടക്കുന്ന ആൾക്കാരാണ് ആര്? കാന്തപുരം വക്കൂർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ളവർ. അവരെ വിളിച്ചൂടെ നിങ്ങൾക്ക്? പാരമ്പര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പാരമ്പര്യം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ചങ്ങലയാണെങ്കിൽ ഞങ്ങൾ വരാൻ തയ്യാറാണ്. ഞങ്ങൾ തെളിയിക്കണം. ഇന്നത്തെ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടങ്ങുന്ന നിങ്ങളുടെ ഈ പണ്ഡിതൻ മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഒരു അഹ്ലുസുന്നയുടെ കൃത്യമായ ചങ്ങല നിങ്ങൾക്ക് എണ്ണാൻ ഒരിക്കലും കഴിയില്ല. കാരണം എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ പറഞ്ഞ സ്വഹാബത്തിന്റെ താബീങ്ങളുടെ ആ കൃത്യമായ മാർഗമുണ്ടല്ലോ. أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അല്ലാഹുവും അവന്റെ റസൂലും തൃപ്തിപ്പെടുന്നവർ ആരെയാണ്? അല്ലാഹു തആല തൃപ്തിപ്പെടുന്നവർ, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് വിജയം കൈവരിക്കാൻ കഴിയുന്നവർ ആരാണ്? അല്ലാഹുവിന്റെ റസൂലിനെയും സിദ്ദീഖീങ്ങളെയും ശുഹദാക്കളെയും സ്വാലിഹീങ്ങളെയും പിൻപറ്റാൻ കഴിയണം. ഒരു സംശയമില്ല, ആ മാർഗം തന്നെയാണ് ഞങ്ങൾ ജനസമൂഹത്തിന് മുമ്പിൽ പറയുന്നത്. അതിലേക്കാണ് ഞങ്ങൾ അൽഹംദുലില്ലാഹ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്ന സമസ്തയിലെ ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന അമീദ് വൈസി അമ്പലക്കട എന്ന പണ്ഡിതൻ പറയുന്ന ഈ അഹ്ലുസുന്ന പാരമ്പര്യമാണ് റസൂലിലേക്ക് എത്തുന്നതാണെങ്കിൽ ഒരിക്കലും, പ്രിയമുള്ള സഹോദരങ്ങളെ, അത് നമുക്ക് തള്ളേണ്ട ആവശ്യമില്ല. പക്ഷെ അത് നമ്മൾ അല്ലാന്ന് പറയാൻ ഞാനൊരു വാശിക്ക് വേണ്ടിയിട്ടില്ല. ഈ കേരളയാത്ര രണ്ടു കൂട്ടം നടത്തുമ്പോ അതില് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു കാര്യമൊന്നുമില്ല എന്ന് ശരി തന്നെയാണ്. പക്ഷേ ഞങ്ങളെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വന്ന അമീദ് വൈസി ഉസ്താദ് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കിൽ പ്രസംഗിച്ചത് എന്താണ്? ഇത് അഹ്ലുസുന്നയുടെ പാരമ്പര്യമാണ്. റസൂൽ മുതൽ ജിഫ്രി മുത്തുക്കോയ വരെ ഇങ്ങനെ ഒരു ശൃംഖല പറയാൻ ഉണ്ടോന്നാ? അത് ത്വരീഖത്തുകാരും ഗുരുവട്ടൂരികളൊക്കെ ആ ശൃംഖല പറയുന്നുണ്ട്, സൂഫികൾ ആ ശൃംഖല പറയുന്നുണ്ട്, അത് കാദിയാനികളും പറയുന്നുണ്ട് ആ ശൃംഖല. അതൊക്കെ എല്ലാവർക്കും ശൃംഖല ഉണ്ടാക്കാം. ചരക്ക് വണ്ടിയുടെ തലക്കൽ എഞ്ചിൻ ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കി കുറേ ചരക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഒറ്റ കൊളത്തോളത്തി അതങ്ങനെ വലിച്ചു പോകും. അതുകൊണ്ട് ആ ശൃംഖലൊന്നും കാര്യമില്ല. ശൃംഖല എന്ന് പറഞ്ഞാൽ ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി യതഖക്കും, അതാ റസൂലുള്ളാഹിയുടെ ശൃംഖല. കറുത്തോന് വെളുത്തോന് തറവാട് ഒന്നുമില്ല. അള്ളാന്റെ മുമ്പ് ഏറ്റവും തക്കവെള്ളം. അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയണം. പക്ഷേ നിങ്ങളുടെ ശൃംഖല മുറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല, അത് കേവലം എന്താണ് ഞാൻ പറഞ്ഞിട്ട് അധികം ആണ്ട കേട്ടോളി. കൂറ്റമ്പാറ ഉസ്താദിന്റെ വാക്ക്. ഈ സമസ്തയുടെ 100ാം വാർഷികം നടക്കുമ്പോൾ അതിന്റെ ഒരു പ്രചരണാർത്ഥമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കാൻ നമ്മുടെയൊക്കെ സംഘടനയുടെ മെമ്പർഷിപ്പ് നടക്കുന്നു. അതേപോലെ തന്നെ കേരള യാത്ര ഇൻഷാ അല്ലാഹ് അത് ജനുവരി 1-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് അത് തിരുവനന്തപുരത്തേക്ക് തല ഉയർത്തി പോകാനാണ് നമ്മളെ തീരുമാനം. ആ വിവരങ്ങൾ നോക്കിയിട്ടില്ലേ? ഇവിടുന്നൊക്കെ പാടെ പോയി കാസർഗോഡ് പോയിട്ട് കുനിയാനല്ല. പിന്നെ നമ്മളതെന്താണ്, അത് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് അതിന്റെ മട്ടത്തിൽ ഇങ്ങനെയാണ് പോയിട്ട് തിരുവനന്തപുരത്ത് തല ഉയർത്തി നിൽക്കാനാണ് നമ്മൾ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ അവിടെ ഉദ്ഘാടനം ചെയ്ത് എവിടെ ചട്ടഞ്ചാലിൽ നിന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ചട്ടപ്രകാരം ചാലിൽ കൂടെ വന്നാൽ എവിടെ എത്തും? തല ഉയർത്തി. 89-ൽ അനിവാര്യമായ ഒരു പിളർപ്പ് ദീനിന്റെ വിഷയത്തിൽ അല്ലാഹു തആല നല്ലൊരു പിളർപ്പുണ്ടാക്കി. അത് ദൗർഭാഗ്യകരമെന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അള്ളാഹ് ചെയ്തതിനെ പറ്റി നമ്മൾ എന്തിനാ അത് പറയേണ്ട കാര്യം? അതൊക്കെ ഒരു സൗഭാഗ്യകരമായിരുന്നു. അപ്പോ കേരളത്തിൽ നമ്മളിങ്ങനെ നോക്കിയാൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഒരു പന്ത്
അത് കേരളത്തിനെ ഒരു ഗ്രൗണ്ട് ആക്കിയിട്ട് രണ്ടാളെ കയ്യിൽ കൊടുത്തു അല്ലാഹു തആല. ഒന്ന് ഇ കെ ഉസ്താദ് ഒരു ടീമിൽ നേതാവായി, എ പി ഉസ്താദ് ഒരു ടീമിലായി. നമ്മളൊക്കെ ഏത് ടീമിൽ കൂടി? എ പി ഉസ്താദിന്റെ ടീമിൽ കൂടി. നമ്മളെ ടീമിനെ നമ്മൾ കളിച്ചു, നമ്മൾ നന്നായിട്ട് കളിച്ചു. കളിക്കന്നെ ഒരു ഗോൾ അടിച്ചു അങ്ങനെ ഗോൾ അടിച്ചാൽ പോയി. കളി അറിയാത്തവര് ഉന്താനും തള്ളാനും കാല് വെള്ളിച്ചിടാനും ഒക്കെ ഇതുപോലെ അങ്ങനെ പ്രശ്നം ഇന്നും അങ്ങനെ തുടരുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അപ്പൊ സഹോദരങ്ങളെ, ആ ഫുട്ബോൾ കളിയും ആ ടൂർണമെന്റൊക്കെ കയ്യട്ടെ, എന്നിട്ട് പോലെ നമ്മളെ ഈ പരമ്പരയിലേക്ക് വിളിക്കാൻ. അപ്പൊ അതിന്റെ കഥ എന്താന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാശിക്ക് വേണ്ടി പറയല്ല, സത്യം മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൽ എന്തിനു വേണ്ടി സ്ഥാപിച്ചു? സമസ്ത കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് സമാന്തരം സംവിധാനം ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനം എന്തിനു സ്ഥാപിച്ചു? ഇതൊന്ന് പ്രിയമുള്ള മുഖ്യങ്ങളെ ചെറിയൊരു വിശകലനം നടത്തിയാൽ തന്നെ ഈ ചങ്ങല നമുക്ക് പിടിക്കാൻ പറ്റിയ ചങ്ങലല്ല എന്നും ഈ തറവാട് നമുക്ക് കയറിക്കൂടാൻ പറ്റിയ തറവാടല്ല എന്നും വളരെ വ്യക്തമായി എല്ലാ നിഷ്പക്ഷമതികളായ സാധാരണക്കാർക്കും മനസ്സിലാവും. നമുക്ക് ചെറിയൊരു യാത്ര നടത്തിയില്ല അല്ലെ? ഒന്നാമത്തെ, ലോകത്തേക്ക് വന്ന 1.25 ലക്ഷത്തോളം അംബിയാ മുർസലുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സത്യം എന്താണ്? അഫ്ളു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല അമ്പിയാക്കന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ ആദർശം അത് അല്ലാഹു അല്ലാതെ മറ്റാരും ഇബാദത്തിന് അർഹനില്ല, ആരാധനക്ക് അർഹനില്ല, പ്രാർത്ഥനകൾക്ക് അർഹനില്ല, സഹായ അഭ്യർത്ഥനകൾക്ക് അർഹനില്ല. അല്ലാഹ് മാത്രം. നേർച്ചക്കും വഴിപാടിനും സുജൂദിനും തവക്കുലിനും എല്ലാം അല്ലാഹു തആല മാത്രം. ആ റബ്ബിന് പുറമെ ഒരു മഖ്ലൂക്കിലേക്കും ഇതൊന്നും നീങ്ങാൻ പാടില്ല. ഇത് പറയാനാണ് എല്ലാ അംബിയാ മുർസലുകളും വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി ഇസ്ലാമിന് ബോധനം നൽകി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്താണ്? യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് വേറെ ഇലാഹില്ല. അതുകൊണ്ട് അവനങ്ങൾ മാത്രം വിളിച്ചു തേടി, അവന്റെ മുമ്പിൽ മാത്രങ്ങൾ പ്രാർത്ഥനകൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ആ അമ്പിയാക്കന്മാരുടെ മുർസലുകളുടെ സ്വഹദാക്കളുടെ സ്വാലികളുടെ പ്രവാടം